മറ്റുള്ളവരതിൽ ഇടപെട്ട് വളരെ നന്നായിട്ട്. അതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം അച്ചടക്കും ക്ഷമയും രണ്ടും ഒരുമിച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും. വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞത്. ക്ഷമ കഴിപ്പാണെന്ന് പറഞ്ഞത്. അത് ക്ഷമിക്കുകയാണെങ്കിൽ അത് മധുരമാവുകയും ചെയ്യും. അതാണ് ക്ഷമ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നമ്മളെ വീട്ടിലായാലും അയൽവക്കത്തായാലും സമൂഹത്തിലായാലും എവിടെയായാലും പ്രശ്നത്തിൻ്റെ തുടക്കം ഈ ഒരു വിഷയമാണ്. അത് നമ്മളൊന്ന് കണ്ണടച്ചാൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോരായ്മയാണ്. അവൻ ആൺകുട്ടിയില്ല എന്നാണ് പറയും, പക്ഷേ ആൺകുട്ടി തന്നെയാണ്. അത് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മളെ ആരോടാണ് നമ്മൾ കാര്യം സംസാരിച്ചത് അയാൾക്ക് മനസ്സിലാവുകയുള്ളൂ. ക്ഷമ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ്. ഞാനൊരു കഥ പറഞ്ഞ് അവസാനിക്കാം. ഇവിടെ ഒരുപാട് പേര് സംസാരിക്കാനുള്ളത് കൊണ്ട്. ഒരാൾ തൻ്റെ ഓഫീസിൽ പോയപ്പോൾ അയാളുടെ ബോസ് അയാളോട് ഭയങ്കരമായിട്ട് ചൂടായി. നമുക്കറിയാം, ബൈറ്റക്കാലം ഇതിനിടയിൽ ഒരുപാട് സെമിനാറുകളും യോഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ജനോപകാരപ്രദമായ വിഷയങ്ങളും പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നമുക്കെല്ലാവർക്കും വേണ്ടതായിട്ടുള്ള, അത് സമൂഹത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വിഷയമാണ് ക്ഷമ എന്നുള്ളത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒരു നല്ല വ്യക്തി അല്ലെങ്കിൽ ഒരു വേണ്ട ക്വാളിറ്റി, ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതും ഫോർഗിവ്നെസ് എന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരാളോട് എന്താ പറയുക, നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അള്ളാഹുവിനോട് നമുക്ക് നന്ദി വേണം. അതുകൊണ്ട് ജീവിതയാത്രയിൽ നമ്മോട് സഹായിച്ച ഒരുപാട് ആളുകളുണ്ടാവാം. അവരോട് നന്ദി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, അതുപോലെ നമ്മുടെ യാത്രയിൽ നമ്മളെ സഹായിച്ചവർ, നമുക്ക് ഉപദേശം തന്ന ആളുകൾ, എല്ലാവരോടും നന്ദി ഉള്ളവരായിരിക്കുക എന്നുള്ളത് ഒരു വലിയ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ക്ഷമ എന്നുള്ളത്. ക്ഷമ ഉള്ളവനൊക്കെയാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, നമ്മളൊക്കെ വിശ്വാസികളാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ക്ഷമ ഈമാനിൻ്റെ ഭാഗം എന്നതാണ്. ശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അത്തുഹൂർ ഷത്രുൽ ഈമാൻ എന്നാണ് പറയുന്നത്. ശുദ്ധി ഈമാനിൻ്റെ ഭാഗമാണ്. പക്ഷേ ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ക്ഷമ ഈമാനിൻ്റെ പകുതിയാണെന്നുള്ളത്. ക്ഷമയുള്ളവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ജീവിതത്തിൽ വിജയിച്ച വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെയധികം ക്ഷമയുള്ളതായിരിക്കും എന്നുള്ളതാണ്. കാരണം ആൽബർട്ട് ഐൻസ്റ്റീന് ബൾബ് കണ്ടുപിടിച്ച സമയത്ത് 4000 തവണ പരാജയപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. 4000 തവണ പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിൽ എത്ര വർഷം എടുത്തിട്ടുണ്ടാവും അതിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷമയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷമ ഉണ്ടായിരിക്കും. നമ്മുടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ, വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ, ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അവിടെ എല്ലാം മുന്നേ സൂചിപ്പിച്ച അൻവർ സാഹിബ് ചമ്മാട് പറഞ്ഞു, കുടുംബത്തിലായിക്കോട്ടെ ക്ഷമയുണ്ടായിരിക്കാം, പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കാം. ക്ഷമയോടെ നമ്മൾ ചിലപ്പോൾ മൗനം പാലിക്കും. നമുക്കറിയാം ചിലപ്പോൾ അവരുടെ തെറ്റാണ് എന്നുള്ളത്, നമ്മുടെ ഭാഗത്ത് ശരിയായിരിക്കാം. പക്ഷെ നമ്മളൊന്ന് മൗനം പാലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളില്ലാതായിരിക്കും. എനിക്കൊക്കെ സംഭവിക്കാറുണ്ട് അങ്ങനെ. കാരണം വീട്ടിലൊക്കെ ചില സമയത്തൊക്കെ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോകും. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ പോകും. ആ ദിവസത്തിൽ സുഖം ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. സാധനം എന്തിനാണ് ഞാൻ പറഞ്ഞത്, ഒരു കാര്യം ഉണ്ടായിരുന്നാൽ പോരായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇപ്പോൾ മനഃപൂർവ്വം ഒന്ന് ആലോചിച്ച് നോക്കും, പറയണ്ടേ എന്നുള്ള, അതിനനുസരിച്ച് എന്തെങ്കിലും പറയാറുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമ അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ എൻ്റെ കച്ചവടത്തിന് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ തുടക്കത്തിൽ വളരെ ചെറിയ രൂപത്തിൽ കച്ചവടം ചെയ്ത ആളാണ്. പക്ഷേ ഞാൻ നിർത്തി പോകണമെന്ന് ചിന്തിച്ച ആളാണ്. കാരണം പ്രോഫിറ്റബിൾ അല്ല, 5-8 മാസം ഒന്നും കിട്ടാതെ അങ്ങനെ കഴിഞ്ഞു പോയ ആളാണ്. പക്ഷേ ഞാൻ കാത്തിരുന്നു, അങ്ങനെ അതിന് മാറ്റം വരുത്തി, അങ്ങനെ വന്നതിന് ശേഷമാണ് ഇത് പ്രോഫിറ്റിലേക്ക് വന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ ആ ക്ഷമ ഉണ്ടായതിൻ്റെ പേരിൽ എനിക്ക് അൽഹംദുലില്ലാ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതുപോലെ എൻ്റെ ശേഷം അവിടെ വന്ന ഒരുപാട് ഇതേ ഫീൽഡിൽ തന്നെ അവിടെ ഒരുപാട് ആളുകൾ അവിടെ കച്ചവടം ചെയ്യാൻ വന്നിട്ടുണ്ട്.
ഒരുപാട് സ്ഥാപനങ്ങൾ കൂട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ നമ്മളാ ക്ഷമിച്ചു നിന്നു, അതിനുവേണ്ടി എഫേർട്ട് എടുത്തു, കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിൽ വിജയിക്കാൻ സാധിച്ചതെന്നത്. അതുപോലെ തന്നെ ഓരോ കാര്യം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഈ ക്ഷമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാഹനം കൊണ്ടൊക്കെ നമ്മൾ പുറത്തു പോകുന്ന ആളുകളായിരിക്കും കൂടുതൽ ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ. ഞാനൊക്കെ കാലിക്കറ്റ് മാസത്തിൽ 3 തവണ പോകും. അപ്പോൾ കാറിൽ പോകുന്ന സമയത്ത് എൻ്റെ പാർട്ണറും ഉണ്ടായിരിക്കും. പക്ഷെ പാർട്ണർക്ക് ഭയങ്കര എടുത്തു കാണുന്നൊരു സ്വഭാവക്കാരാണ്. ക്ഷമ ആൾ ശുദ്ധനാണ്, ക്ഷമ കുറച്ച് കുറവാണ്. അപ്പോൾ കാണുന്നതിന് പ്രതികരിക്കുന്നതാണ്. അപ്പോൾ പല സംഗതികളും നമ്മളൊക്കെ അനുഭവിക്കുന്ന സംഗതിയാണ്. കാരണം വാഹനത്ത് പോകുമ്പോൾ പല ആൾ ഓവർടേക്ക് പോകുക. അതിൽ ഏറ്റവും വലുതാണ് ബസ്സിൻ്റെ പിന്നിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളിങ്ങനെ ഒതുക്കി കൊടുത്ത് അവർ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് പോകും. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കും, നമ്മൾ ബാക്കിൽ പെടും. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നിൽ സൈഡിൽ കൂടെ കയറി മുന്നോട്ട് പോയിട്ട് പിന്നെയും പോകുമ്പോൾ പിന്നെ ഓണടിച്ച് ആ ഓട്ടം ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ക്ഷമയോടൊപ്പം നമ്മൾ ഈ ചങ്ങാതി എന്ത് പണിയാണ് ചെയ്യണമെന്നൊക്കെ പറയേണ്ട. ഈ കാർ പുറത്തൊരാളും കാണില്ല, ആ അടച്ച കാറിൻ്റെ ഉള്ളിൽ ഇത് എനിക്ക് എന്താണോ കാട്ടുന്നതൊക്കെ പറയാണ്ട് ഇങ്ങനെ കയ്യേറ്റ് കാണിച്ച് ദേഷ്യം കാണിക്കുന്ന ഒരവസ്ഥ. പക്ഷേ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കേണ്ട ഇങ്ങനൊരു കാര്യം കൂടി നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം നമ്മൾ മാത്രമേ യാത്ര പോകുന്നുള്ളൂ. അതിൽ 19 പേര് യാത്ര ഒന്നിച്ച് പോകുന്നവരാണ്. പല ആവശ്യങ്ങൾക്ക് പോകുന്നവരായിരിക്കാം, അവർ ഓഫീസിൽ പോകുന്നവരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കാൻ പോകുന്ന ആളുകളുണ്ടായിരിക്കാം, പല ആവശ്യങ്ങൾക്ക് പോകുന്ന 50 ആളുകളുണ്ടാകും. അതുപോലെ തന്നെ ആ ബസ്സുകാരൻ്റെ ഒരു അവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ബസ്സുകാരൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് കറക്റ്റ് ടൈം കൊടുത്തിട്ടുണ്ടായിരിക്കും, ആ ടൈമിന് അവിടെ എത്തിയിരിക്കും, അല്ലെങ്കിൽ അത് വിഷയങ്ങളാവും. അതുകൊണ്ട് അവൻ്റെ കറക്റ്റ് ഇതാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നാം. അപ്പോൾ നമ്മൾ NLPയിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, NLPയിൽ തത്വമുണ്ട്, എവരി ബിഹേവിയർ ഹാസ് എ പോസിറ്റീവ് ഇൻറ്റൻഷൻ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ പറയുമെങ്കിലും കൂടി ഇപ്പം നമ്മൾ അതും കൂടി കണക്ട് ചെയ്യും. ഇത് ചെയ്യുമ്പോൾ ഇവർ ബിഹേവിയർ ഹാസ് എ പോസിറ്റീവ് ഇൻറ്റൻഷൻ, ഏതൊരു പെരുമാറ്റത്തിനും ഒരു സദുദ്ദേശമുണ്ട് എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിൽ NLP പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അധ്യാപകൻ എന്നും ആ കുട്ടിയെ വഴക്കും. അപ്പോൾ കുട്ടി എന്താണ് ചെയ്യുക, ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും. കുട്ടിയോട് പറയും, പിന്നെയും പറയും, വഴക്ക് പറയും, ശകാരിക്കും, ഒരാടിക്കും, നീ എന്താണ് അങ്ങനെ ഇരിക്കുന്നത്, നിരക്കിരിക്കും. പക്ഷെ അപ്പോൾ തൽക്കാലം അങ്ങനെ ഇരിക്കും. പക്ഷെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ കുട്ടി തിരിഞ്ഞു തന്നെ ഇരിക്കുന്നത്, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കും. അപ്പോൾ ഈ കുട്ടിയോട് അധ്യാപകന് ദേഷ്യമാണ്, ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അനുസരിക്കുന്നില്ലെന്നാണ്. പക്ഷെ അത് പിന്നീട് അധ്യാപകർക്ക് മനസ്സിലായത് ഒരു കൗൺസിലിങ്ങിലൂടെയാണ്. കുട്ടി അധ്യാപകൻ മനസ്സിലായി എന്താ സംഭവം, ആ കുട്ടിക്ക് ഒരു ചെവി കുറച്ച് പതുക്കെയാണ്. അപ്പോൾ ചെവി പതുക്കിയ സ്ഥിതിക്ക് ശരിക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി തിരഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ ഈ കൗൺസിലിങ്ങിലൂടെ അധ്യാപകന് സാധിച്ചത്. അപ്പോൾ ആ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഗതി ഒരാളെ പറഞ്ഞ് അങ്ങനെ അയാളെ സംബന്ധിച്ചിടത്തോളം ആ പെരുമാറ്റം അത് സദുദ്ദേശം ഉണ്ടായിരിക്കും. പക്ഷെ അയാളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ ക്ഷമയുള്ളവരെ മാറണം. ക്ഷമയുണ്ടെങ്കിൽ ജീവിത വിജയം എന്തായാലും നമുക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമയുള്ളവർ മാറുക, ജീവിതത്തിൽ അത് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. 9 8-ന് 1 അടിച്ചു. അങ്ങനെ 8 അതിനേക്കാൾ താഴെയുള്ളവനെ 7-നെ 1 അടിച്ചു. അങ്ങനെ 7 അതിനേക്കാൾ താഴെയുള്ളവ 6-നെ 1 അടിച്ചു. അങ്ങനെ അടിച്ച് ലാസ്റ്റ് അത് 1-നെ കൊണ്ടു. 1 അത് ഏറ്റവും കൂടുതൽ ഇനി എന്നേക്കാൾ താഴെയുള്ള 0 ഉള്ളത്. ആ 0-ന് കൊടുക്കാൻ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആ 0-ന് ഒന്ന് ചേർത്ത് പിടിച്ചാൽ അത് എന്തായി 10 മാറി. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹം നൽകിക്കൊണ്ട് ക്ഷമ പാലിച്ചുകൊണ്ട് നമ്മളെ ജീവിതം മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാവും. നോമ്പെടുത്തു, സക്കാത്ത് ചെയ്തു, ഹജ്ജ് ചെയ്തു. അങ്ങനെയുള്ള ഒരാൾ നാളെ പരലോകത്ത് ചെന്ന് മഹ്ശറിൽ അദ്ദേഹത്തിൻ്റെ നന്മതിന്മകൾ തൂക്കുന്ന തുലാസിൽ ഒരു തട്ടിൽ എല്ലാ നന്മകളും വെച്ചു, മറ്റേ തട്ടിൽ തിന്മകളെല്ലാം വെച്ചു. എന്നിട്ട് തിന്മക്കാണ് കൂടുതൽ മുൻതൂക്കമെങ്കിൽ
ലാസ്റ്റ് എല്ലാ നിസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും എല്ലാ കർമ്മങ്ങളും വെച്ചിട്ടും ഈ തുലാസ് തൂങ്ങുന്നില്ല എങ്കിൽ അടുത്തതായിട്ട് അയാൾക്കുള്ളൊരു സൽസ്വഭാവം എന്നുള്ള ഒരു വസ്തുതയാണുള്ളതെങ്കിൽ ആ സൽസ്വഭാവം ഒരു തട്ടിലിട്ടാൽ ആ സൽസ്വഭാവം കൊണ്ട് മാത്രം അദ്ദേഹം വിജയിക്കുന്നതാണ്. തുലാസ് തൂങ്ങുന്ന ഒരു രംഗമാണ് ഉള്ളത്. അതുകൊണ്ട് സൽസ്വഭാവത്തിന് വളരെയധികം പ്രാധാന്യമാണുള്ളത്. സൽസ്വഭാവം നന്മത്തിന്മകൾ തൂക്കുന്ന തുലാസിൽ മീസാനിന് കനം കൂട്ടുന്ന ഒന്നാണ്. പുഞ്ചിരി, നമ്മളുടെ പുഞ്ചിരിയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിയോടും പുഞ്ചിരിച്ചുകൊണ്ട് പെരുമാറുക. അതുപോലെ മറ്റുള്ളവരോട് കരുണയോടുകൂടി പ്രവർത്തിക്കുക. നമ്മുടെ അടുത്തേക്ക് ഒരാൾ എന്തെങ്കിലും സേവനത്തിൽ നിന്ന് വരികയാണെങ്കിൽ അവരെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുക. അവർക്ക് വേണ്ട സേവനങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക. നമ്മൾ ഓരോരുത്തരും ഓരോ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെയ്യുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥനാണെങ്കിൽ നമ്മൾ അഹങ്കാരം വെച്ച് ഞാൻ ഇന്ന വലിയ ഉദ്യോഗസ്ഥനാണ് എന്നുള്ള അഹങ്കാരം വെച്ച് നിൽക്കാതെ ആളുകൾ സർവീസിന് വരുന്ന സമയത്ത് അവർക്ക് എത്രയും പെട്ടെന്ന് സർവീസ് എത്തിച്ചു കൊടുത്ത് നമ്മൾ മാതൃക കാണിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനിയും കൂടുതൽ ആളുകൾ ഇവിടെ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ബ്രൈറ്റ് അക്കാദമിയുടെ സംഘാടകർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ഷമ എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആരോഗ്യ നിലനിൽപ്പിന് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ക്ഷമ എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത്. ക്ഷമയുള്ള ആളുകൾക്ക് ആരോഗ്യം നിലനിർത്താൻ പറ്റുമെന്നുള്ളതാണ്. അത് മാനസിക ആരോഗ്യം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ക്ഷമ അത്യാവശ്യമാണ്. ക്ഷമയുള്ളൊരു വ്യക്തിക്കാണ് മാനസികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ക്ഷമിക്കുവാൻ പഠിക്കുക. നമ്മൾ ചില ആളുകൾ പറയും ഞാൻ ഇന്നൊരു വിഷയം കാരണം ഞാൻ ക്ഷമിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ മകളെ ഓർത്ത് ഞാൻ ക്ഷമിക്കുകയാണ് എന്നൊക്കെ. അതിന് പറയുന്നത് ക്ഷമ എന്നല്ല, അത് സഹിക്കുക എന്നുള്ളതാണ്. ക്ഷമയും സഹിക്കുകയും രണ്ടാണ്. അപ്പോൾ ക്ഷമിക്കുക പഠിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ദിവസേന അതിന് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ക്ഷമയുള്ള ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്നുള്ളതാണ്. ക്ഷമയോടെ എന്തിനേയും നേരിടുക. നിങ്ങൾക്കറിയാം, നമ്മളോടൊരാൾ പെട്ടെന്ന് നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ നമ്മൾ പോയി പെടുകയാണ്. നമ്മൾ പെട്ടെന്ന് ക്ഷമയില്ലാത്ത രീതിയിൽ തിരിച്ചും നമ്മൾ അവരോട് പ്രതികരിക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീര എല്ലാ മേഖലയിലും, അതായത് പ്രഷർ, ഷുഗർ എന്നുള്ള അവസ്ഥ എല്ലാം നമ്മൾ പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ക്ഷമയുള്ള ഒരാൾക്ക് അതിനെയൊക്കെ നേരിടാൻ പറ്റും. അത് വീട്ടിലുള്ള സാഹചര്യങ്ങളായിരിക്കോട്ടെ, അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലുള്ളതായിരിക്കോട്ടെ, എന്ത് പ്രശ്നത്തെയും നേരിടുന്നതിൽ ക്ഷമ അത്യാവശ്യമുള്ളൊരു ഘടകമാണ്. ക്ഷമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ക്ഷമ ആർജിച്ചെടുത്തൊരു വ്യക്തി, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വിജയിച്ച വ്യക്തികളെയൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവരൊക്കെ ക്ഷമാശീലരായിരിക്കും. നമ്മുടെ മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുപോലെ മഹാന്മാരും, അതുപോലെ മറ്റുള്ള ആരെ നമ്മൾ എടുത്തു നോക്കിയാലും അവരൊക്കെ ക്ഷമയുള്ളവരായിരിക്കും. ആരുടെ വാക്കുകൾ കേൾക്കാനും എന്ത് ഒരു പ്രതിസന്ധി വന്നാലും അതിനെ ക്ഷമയോടെ നേരിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. അവർ ക്ഷമ ആർജിച്ചെടുത്തത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് വിജയം കിട്ടിയത്.
അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ക്ഷമയുള്ളവരാവുക എന്നാണ്. ഈ പറയുന്ന എനിക്ക് കൂടി ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് ക്ഷമ നേടിയെടുക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ പരിപാടിയിൽ പങ്കെടുത്തു, 1 മണിക്കൂർ പങ്കെടുത്ത് നമ്മൾ ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ക്വാളിറ്റിയാണ്. ആ ക്ഷമ എന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രൈറ്റ് അക്കാദമിയിലേക്ക് വന്നിട്ടുള്ളത് പ്രസംഗ പരിശീലനത്തിന് വേണ്ടിയാണ്. ഒരു പക്ഷേ 1, 2, 3 ക്ലാസ്സുകൾ കൊണ്ടൊന്നും നമുക്ക് ഒരു പ്രാസംഗികനാവാനോ മറ്റുള്ള രീതിയിൽ മെച്ചപ്പെടാനോ പറ്റുകയില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ക്ഷമ എന്നുള്ള വിഷയം ഇവിടെയും നമുക്ക് ബാധകമാണ്. ക്ഷമയോടെ നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനിയും കൂടുതൽ ആളുകൾ പറയാനുള്ളത് കൊണ്ടും സമയം വൈകിയത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിർത്തുന്നു. നന്ദി.